Good evening, sir. Good evening. Mia Fatima, BCom Finance. So, എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അപേക്ഷ കൊടുത്തു. അപ്പം എന്താ അപേക്ഷ കൊടുത്തു, അതിനെനിക്ക് തീർച്ചയായും മറുപടി കിട്ടണം. ഒന്നെങ്കിലും മറുപടി കിട്ടാതെയാവുകയോ അല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മറുപടിയായി തിരിച്ചു വരികയും ചെയ്താൽ പിന്നീട് ഞാൻ ആ മറുപടി എനിക്ക് തീർച്ചയായും കിട്ടണമെന്നുണ്ടെങ്കിൽ ആരോട് എവിടെയാണ് ഞാൻ ചോദിക്കേണ്ടത്? വിവരാവകാശ കമ്മീഷൻ ഇരിക്കുന്നു. മറുപടി ചോദിച്ചു, വിവരം ചോദിച്ചു, വിവരം ചോദിച്ചു, വിവരം തന്നില്ല. നമ്മുടെ വിവരം ചോദിച്ചു, വിവരം തന്നില്ല. കമ്മീഷന് 2 തരം ഫയലുകളാണ് കമ്മീഷനുള്ളത്. ഒന്ന്, തന്ന വിവരം തൃപ്തികരമല്ലെങ്കിൽ അപ്പീൽ, വിവരമേ തന്നില്ലെങ്കിൽ കംപ്ലൈൻറ്റ്. ഞങ്ങൾക്ക് APCP ഫയലുകൾ. ഞങ്ങളുടെ CP ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷകൻ ആവശ്യപ്പെട്ടിട്ട് വിവരം നൽകിയില്ല. അതാണ് ഇപ്പോൾ ഫാത്തിമ പറഞ്ഞ സാധനം. ഫാത്തിമ എന്നല്ലേ ഇവർ പറഞ്ഞ അപ്പോൾ ഇപ്പം അതാണ് പറഞ്ഞത്, വിവരം കിട്ടിയില്ല. സോ ഐ ഹാവ് എ കംപ്ലൈൻറ്റ്. അപ്പോൾ അത് കംപ്ലൈൻറ്റ് പെറ്റീഷനായിട്ട് നമ്മൾ സ്വീകരിക്കും, നമ്മൾ ഇടപെടും. വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി തന്നിരിക്കും. ഇനി തന്ന വിവരം തെറ്റിദ്ധരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പീലുമായിട്ട് വരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇടപെടും, വിവരങ്ങൾ. ഓക്കെ സർ, എത്ര ദിവസം അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടും? യെസ്, ഫസ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ സർക്കാർ ഓഫീസിലേക്ക് അപേക്ഷ കൊടുത്താൽ വിവരാവകാശ അപേക്ഷ കയ്യിൽ കിട്ടിയാൽ ആദ്യത്തെ 5 ദിവസത്തിനകം അതിനകത്ത് നടപടി സ്വീകരിച്ചിരിക്കണമെന്നാണ് ചട്ടം. എന്ന് മാത്രമല്ല, കിട്ടുന്ന ദിവസം തന്നെ പരിശോധിക്കേണ്ട അപേക്ഷകളുണ്ട്. ഉദാഹരണം, 48 അവേഴ്സിനകം നടപടി സ്വീകരിക്കേണ്ട അപേക്ഷ ഉണ്ടാവും. ഒരാളിൻ്റെ ജീവന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവന് അതായത് കാലവർഷം, എൻ്റെ പെരയുടെ പുറത്തേക്ക് അപ്പുറത്തെ മരം മറിഞ്ഞു വീഴാൻ പോകുന്നു, വെള്ളം ഒഴുക്കാണ്, അതിൻ്റെ മുട്ടിലെ മണൽ ഒഴുകിപ്പോയാൽ മരം വീഴും. പെട്ടെന്നൊരു അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഈ അപേക്ഷയിൽ RTO നടപടി എടുത്തില്ലേ, 48 അവേഴ്സിനകം നമുക്ക് വിവരം വേണം. അപ്പോൾ കമ്മീഷൻ പെട്ടെന്ന് ഇടപെടും. അതുകൊണ്ട് അപേക്ഷ ലഭിച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ അതിനകത്ത് പ്രോസസ്സിങ് ആരംഭിക്കണമെന്നാണ്. ഈ 5 ദിവസത്തിനകം സ്റ്റെപ്പ് തുടങ്ങണം. 5 ദിവസത്തിന് തുടങ്ങുന്ന ആദ്യത്തെ സ്റ്റെപ്പ് 48 മണിക്കൂറിനാണ് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഓഫീസിൽ ഇല്ലാത്തതാണ് വിവരം, മറ്റൊരു ഓഫീസിലാണ് ഉള്ളതെങ്കിൽ നിയമം 6(3) പ്രകാരം അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇത് രണ്ടുമല്ലെങ്കിൽ ആ ഓഫീസിൽ തന്നെ വിവരമുള്ളതാണെങ്കിൽ പറയാണ് 12 രൂപ നിങ്ങൾ അടയ്ക്കണം. പെട്ടെന്ന് നിങ്ങൾക്കൊരു കത്ത് തരും, 12 രൂപ, 4 പേജുണ്ട്, 3 രൂപ വെച്ച് 4 പേജിന് 12 രൂപ നിങ്ങൾ ഇത്ര അടയ്ക്കണം. ഉടനെ നിങ്ങൾക്ക് വിവരം തരും. ആ വന്ന ഉടനെ നിങ്ങൾക്ക് നിങ്ങൾ പൈസ അടച്ച ഉടനെ മറുപടി തരും. ഇനി എന്തൊക്കെയായിരുന്നാലും നോട്ട് മോർ ദാൻ 30 days. അതായത് അപേക്ഷ, ഈ നിയമം പറയുന്നതിനെ അറിയാമോ, ഇത് റിപ്ലൈ ചെയ്യണം ആസ് എക്സ്പെഡീഷ്യസ്ലി ആസ് പോസിബിൾ, ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ, ആസ് സ്പീഡി ആസ് പോസിബിൾ, ആസ് എക്സ്പെഡീഷ്യസ്ലി. എക്സ്പെഡീഷ്യസിന് നിങ്ങൾ വെബ്സൈറ്റ്സ് എടുത്ത് കണ്ണടച്ച് തുറക്കുന്നതിനാകുന്ന എൻ്റെ ഒരു പരിഭാഷ. എത്രയും ഇപ്പം കൊടുക്കണം, ഇപ്പോൾ കൊടുക്കണം, അങ്ങനെയാണ്. പക്ഷേ ലാസ്റ്റ് ആൻഡ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 30 days-ആണ്. ഈ 30 days-നകത്ത് നിങ്ങൾക്ക് കിട്ടിയതിനകത്താണ് പരാതി വരുന്നതെങ്കിൽ വിതിൻ 45 days യു ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ് ഓർ എൻ അപ്പീൽ. ആ ഫസ്റ്റ് അപ്പീൽ നടക്കുമ്പോൾ പല ഓഫീസർമാരും നിങ്ങളൊക്കെ ഹിയറിങ്ങിന് വിളിക്കും. 1ാം അപ്പീൽ, നിങ്ങളുടെ ഫസ്റ്റ് അപ്പീൽ തന്നെ ഹിയറിങ്ങിന് വിളിക്കും. ഒരു കക്ഷിയും, ഒരു അപേക്ഷകനും 1ാം അപ്പീലിന്മേൽ ഹിയറിങ്ങിന് പോകേണ്ടുന്ന കാര്യമേ ഇല്ല. കാരണം ഹിയറിങ്ങിന് വിളിക്കാൻ നിയമമില്ല. ഹിയറിംഗ് വിളിക്കുന്ന ആരാണ്? കമ്മീഷനാണ്. കമ്മീഷണർ മാത്രമാണ്. അത് 2ാം അപ്പീലിൽ മാത്രം. ഓക്കെ, ശരി.